ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ണീസിൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ട് നല്ലോണം പെരഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് കെട്ടിറക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടി യൂണിഫോമൊക്കെ ഇട്ടിട്ട് ആൾ വേഗം എൻ്റെ അടുത്തേക്ക് വന്ന് മുടി കെട്ടാൻ മാത്രം എൻ്റെ അടുത്തേക്ക് വരും. മുഖം നേരേക്കലും കാര്യങ്ങളൊക്കെ അവൾ ചെയ്യും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കെട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് ഉള്ളിലേക്ക് എവിടെയും രാത്രി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾ കെട്ടിറക്കാൻ സമ്മതിക്കുകയില്ല കേട്ടോ. രാവിലെ കുളിയുണ്ട് കഴിഞ്ഞ് വന്നാൽ ഭയങ്കര കെട്ടാണ് കേട്ടോ. അപ്പോൾ കെട്ട് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൾക്ക് തോർത്തും കൊണ്ട് ഇങ്ങനെ തലയിൽ കെട്ടിക്കഴിഞ്ഞാൽ അമ്മമാർ കെട്ടണ പോലെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തലമുടി കെട്ടാൻ. അപ്പം അങ്ങനെയൊക്കെ തലമുടി നന്നായിട്ട് കെട്ടറുത്തു കേട്ടോ. നല്ലോണം പേനുണ്ട് കേട്ടോ തലയിൽ. നനവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചില സമയത്ത് ഇങ്ങനെ ചീന്തുമ്പോൾ പേനൊക്കെ എടുക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് രാവിലെ സമയത്ത്. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഇങ്ങനെ ഇതുപോലെ കെട്ടിക്കൊടുക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതോ നെറ്റി കയറിപ്പോകുമെന്ന് പറഞ്ഞാലൊന്നും കേൾക്കില്ല. അവൾക്ക് ഇങ്ങനെ കെട്ടിയാലേ തൃപ്തിയുള്ളൂ. അല്ലെങ്കിൽ മുടഞ്ഞിടുക, ഒറ്റ മുടയിൽ മുടഞ്ഞിട്ട് അങ്ങനെ കെട്ടുക, അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണേ. അപ്പോൾ ഞാനും ഏട്ടനും പട്ടാമ്പിക്ക് പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഉണ്ണീസിനെ മോളെയും പറഞ്ഞയച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ ഉണ്ണീസിനെ ഞാനിന്ന് ഓട്ടോറിക്ഷയിൽ പറഞ്ഞയച്ചിട്ടില്ല. ഉണ്ണീസിനെ ഞങ്ങൾ കൊണ്ടുപോയിക്കിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉണ്ണീസിന് 9:30 മണി കഴിഞ്ഞിട്ടാണ് വണ്ടി വരിക. അപ്പോൾ ഞങ്ങൾക്ക് പട്ടാമ്പിക്ക് പോകേണ്ട നേരത്തെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനും ഏട്ടനും കൂടി ഉണ്ണീസിനെ പറഞ്ഞയച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് അവളുടെ വേഗം ശരിയാക്കി കൊടുത്തു. അപ്പോൾ മുടി കഴിഞ്ഞ് തൃപ്തിയായി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പട്ടാമ്പിക്ക് പോയി. അവിടേക്ക് പട്ടാമ്പിക്കേണ്ട എത്തുമ്പോൾ ഒരു റോഡൊക്കെ ഇപ്പം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ല സുഖമായിട്ടോ റോഡ് കൂടെ പോകാനും. മറ്റേത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് നമ്മുടെ പട്ടാമ്പി പുഴയാണ് കേട്ടോ. നമുക്ക് നിന്നപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു എന്നുള്ളൂ. നല്ല അടിപൊളി വ്യൂ ആയിട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല. തൈരും നമ്മുടെ ചെമ്മീൻ അച്ചാറും നല്ല അടിപൊളി ആയിട്ട് നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് മീനച്ചാറാണ്. പിന്നെ അടുത്തത് നമ്മൾ ചെമ്മീൻ അച്ചാർ. ഇത് നമ്മൾ 10 രൂപ കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. അതിട്ടിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട് ചൂടിന്. ആ ഒരു ചീനമുളകല്ല, വലിയ മുളക്. അപ്പം നമ്മൾ ഉണ്ണീസ് വൈകുന്നേരത്തേക്ക് വന്നു. ഉണ്ണീസിനെ കാത്ത് നമ്മുടെ റൂബി നിൽക്കണുണ്ടോ. ഇനി എന്താ നമ്മുടെ റൂബി ചെയ്യാന്ന് കണ്ടോളൂ കേട്ടോ. നമ്മുടെ റൂബി ഉണ്ണീസിനെ അറ്റത്തുനിന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൂബിക്ക് കണ്ടു കഴിഞ്ഞാൽ റൂബി തുടങ്ങി ഓട്ടം. അതുണ്ടോ, ഉണ്ണീസിനെ എവിടെ വേണമെങ്കിലും കണ്ടാൽ നമ്മുടെ റൂബിക്ക് ഭയങ്കരമായിട്ട് അറിയാം കേട്ടോ. ദൂരത്തുനിന്ന് കണ്ടാൽ തന്നെ റൂബിയുടെ സ്വഭാവം മാറും. അപ്പം നമ്മുടെ റൂബി ഓടിച്ചെന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ റൂബി അവിടെ ചെന്ന് ഉണ്ണീസിനെ വേഗം ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവരണം കേട്ടോ. നമ്മുടെ റൂബി ഉണ്ണീസ് നടക്കാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അത് ഉണ്ണീസ് വന്നിട്ടുണ്ട്. നമ്മുടെ ഉണ്ണീസ് നീ ചെല്ല്. റൂബീനെ വിളിക്കുന്നീ കണ്ടോ. റൂബി നമ്മുടെ ഉണ്ണീസിനെ കൊണ്ടാൻ പോയെന്നാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയം നോക്കി റൂബി നിൽക്കും കേട്ടോ. വേണ്ട തീനെ ബാ നീക്ക കൂട്ട് കൂട്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഉണ്ണീസ് വന്നിട്ടുണ്ട്. ഉണ്ണീസ് വരുമ്പോൾ തന്നെ പാല് കൊടുന്നിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് കിട്ടിയ പാൽ കേട്ടോ. അപ്പം ഞാനത് കുപ്പിക്ക് ആക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരു പാലും പൊടി പാക്കറ്റ് കൊടുന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ, പട്ടാമ്പിയിൽ നിന്ന് വരുമ്പോൾ. അപ്പം ഞാനത് ബാക്കി പാല് ഞാൻ ഫ്രിഡ്ജിക്ക് കയറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴമുണ്ട്, നമ്മുടെ കോഴിമുട്ടയുണ്ട്. ഒന്ന് പുഴുങ്ങാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പഴവും മുട്ടയും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അനുമോൾക്കും വേണം എടുത്തേക്കണം. അനുമോൾ 6 മണി 6:30 വരാൻ. അപ്പോൾ ഉണ്ണീസ് പാല് എനിക്ക് വേണ്ട പറയുകയാണ് കേട്ടോ. അവൾ സ്കൂളത്തെ പാല് കുടിക്കാറില്ല. പക്ഷെ ടീച്ചർ ഒരു ഗ്ലാസ് കൊടുക്കണോടത്ത് 2 ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അവൾക്കാണെങ്കിൽ പാല് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ കൊടുത്തതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഞാനതൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല പഴം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. പഴം നമ്മൾ പുറത്തുനിന്നൊക്കെ കിട്ടുന്നതല്ലേ. അപ്പം ഞാൻ മുട്ടയും കഴുകിയിട്ടുണ്ട്. നമ്മൾ ഈ മുട്ടയുടെ പുറത്തു കൂടെയൊക്കെ ഈ കോഴിയുടെ ഒക്കെ കാഷ്ടം ഉണ്ടാവും. അപ്പോൾ ചിലതിലൊക്കെ നല്ലോണം ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് കഴുകിട്ടോ. പിന്നെ ഈ ഒരു പാൽപ്പൊടി പാക്കറ്റ് ഉണ്ണീസിന് അങ്ങനെ വേണമെന്നിട്ട് വാശി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് എടുത്ത് വെക്കണേന്ന് പറയുകയാണ് ഞാൻ. പക്ഷെ അവൾ എടുത്ത് വെക്കുമോ എന്നുള്ള ഡൗട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുക. പാൽപ്പൊടി പാക്കറ്റ് കൊടുന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ണീസിന് 1 വേണം. അപ്പം ഞാൻ 2 വാങ്ങിയിട്ട് 1 ഉണ്ണീസിന് കൊടുത്തു കേട്ടോ.
അങ്ങനെ നമ്മുടെ മുട്ട കഴുകിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പഴവും കൂടി നമുക്ക് അതിലേക്ക് തട്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതാണ്ടോ പാൽപ്പൊടി പാക്കറ്റ് കാണിച്ചു തരുന്നുണ്ടോ, കിട്ടി എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. പാൽപ്പൊടിയൊന്നും അങ്ങനെ വെറുതെ നമുക്ക് കഴിക്കാൻ പാടില്ല. പാലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഈ പാൽപ്പൊടി പാക്കറ്റ് പാൽപ്പൊടി പറഞ്ഞാൽ നമ്മൾ കുട്ടികളൊക്കെ അങ്ങനെ വെറുതെ ബൂസ്റ്റ് പാൽപ്പൊടിയൊക്കെ അങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര കേട് വരും. അതുകൊണ്ട് ഞാനങ്ങനെ കൊടുക്കാറില്ല. എപ്പോഴെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ മാത്രം കൊടുക്കുക എന്നല്ല. അപ്പം ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ മുട്ട വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പിടാൻ മറന്നുപോയിട്ടോ. ഉപ്പ് ഇടാൻ മറന്നുപോയാൽ നല്ല അബദ്ധം വന്നിരുന്നു, മുട്ട കഴിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി നമ്മുടെ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ തട്ട് കാണാനില്ല, മേലെ വെക്കുന്ന ഒരു അടപ്പ് കാണാനില്ല. ഞങ്ങളുടെ അടപ്പിൻ്റെ പ്രത്യേകത എന്താ പറയുക, ഞങ്ങൾക്ക് തട്ടിയെടുക്കണം ലാസ്റ്റ്. ഞങ്ങളുടെ അടുപ്പിൻ്റെ മുകളിൽ നമ്മൾ എടുക്കുന്ന ഭാഗമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നല്ല പഴക്കമുണ്ട് ഇഡ്ഡലി ചെമ്പ് അതുപോലെ. അപ്പോൾ അതിന് മുകളിലത്തെ ഭാഗമൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അടുപ്പത്ത് വെച്ചു. അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് വേവട്ടെ. പിന്നെ ബാക്കി പണികൾ കുറേ ഉണ്ട് കേട്ടോ. രാവിലെ അങ്ങോട്ട് പോയിട്ട് ഞങ്ങളൊരു 3 മണിയായിട്ടുണ്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ അടുപ്പത്ത് പൊടിയിട്ടു. ഞാൻ പാൽപ്പൊടി ഉണ്ടാവുകൊണ്ട് പാൽ ചായ കുടിച്ചിട്ട് നമുക്ക് പാൽപ്പൊടി അല്ലെങ്കിൽ പാലോ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ചായ കുടിക്കാൻ. കട്ടൻ ചായ രാവിലെ സമയത്ത് നേരത്തെ കിട്ടുകയാണെങ്കിൽ കട്ടൻ ചായ മാത്രം. അല്ലാത്ത സമയത്ത് പാൽ ചായ നിർബന്ധം എന്നല്ല, ഞങ്ങൾക്ക് കുടിച്ച് ശീലമായിട്ടോ. ഏട്ടൻ എപ്പോഴും പാൽ കൊടുന്നിട്ട് അപ്പം അങ്ങനെ ശീലമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതില്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കും, ചായ കുടിക്കൽ വേണ്ടെങ്കിൽ വേണ്ട. അപ്പം അങ്ങനെ ഉണ്ണീസിന് അനുമോൾക്കും പാൽ ചായ വലിയ ഇഷ്ടമല്ല. പക്ഷേ ഉണ്ണീസ് കട്ടൻ ചായ നല്ലോണം കുടിക്കും. അപ്പം ഞാൻ വല്ലാണ്ടപ്പം ഉണ്ടാക്കി കൊടുക്കില്ല, നല്ല ചൂടല്ലേ, ചൂടുകാലം ആവുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ വെച്ചിട്ട് ഞാൻ അങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കാറില്ല. അപ്പം ഇന്നത്തത് പാൽപ്പൊടി ഉണ്ടാവുകൊണ്ട് വേഗം ചായ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്ന് ഉച്ചരിയുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറേ പണിയുണ്ട് കേട്ടോ. തൊടി നനയ്ക്കാനും ഏട്ടന് ഉള്ള സമയത്ത് ഏട്ടൻ നനയ്ക്കും, അല്ലാത്ത സമയത്തൊക്കെ ഞാൻ തോട്ടം ഭാഗം കഴുങ്ങും, അങ്ങനെയുള്ളതൊക്കെ ഞാനാട്ടം നനയ്ക്കാറ്. സത്യമായിക്ക് തൊടി നനയ്ക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് തൊടി നനയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു തണുപ്പാണ്. മോട്ടർ ഇട്ടിട്ട് നനയ്ക്കുമ്പോൾ പിന്നെ ഞാൻ തൊടി ഫുള്ള് അടിച്ചു വാരിയിട്ട് വൃത്തിയാക്കിയിട്ടാട്ടോ അടിച്ചു വാരി വൃത്തിയാക്കും. അങ്ങനെയാണ് ഞാൻ നമ്മൾ നനയ്ക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വൃത്തിയാണ് കാണുമ്പോൾ. അപ്പം അങ്ങനെ നമ്മുടെ ഏട്ടൻ അവിടെ ചായക്ക് വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടന് പാൽ ചായ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഏട്ടൻ ചെറുപ്പം മുതലേ പാലുള്ള വീടായിരുന്നു. പയ്യും ഇഷ്ടംപോലെ പയ്യൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഏട്ടന് പാൽ ചായ കുടിച്ച് നല്ല ശീലമുണ്ട്. പിന്നെ നമ്മൾ ഈ പയ്യില്ലാത്തതുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ അതിങ്ങനെ കുടിക്കാന്നേ ഉള്ളൂ. പക്ഷേ ഏട്ടനൊക്കെ ശരിക്കും അത് കുടിച്ച് ശീലമുണ്ട് കേട്ടോ. ഏട്ടൻ്റെ വീട്ടിൽ മോര്, പാല്, നെയ്യ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ഒരു വീടായിരുന്നു. ഇപ്പം അച്ഛനും അമ്മയൊക്കെ ഇല്ലാതെ ഇപ്പം ഒക്കെ നമ്മുടെ എല്ലാ വീട്ടുകളിലും അങ്ങനെ തന്നെയല്ല, അച്ഛനും അമ്മയുണ്ടോ അങ്ങനെ എല്ലാതും ഒരു പ്രത്യേകത ഉണ്ട് വീട്ടിൽ. അങ്ങനെയുള്ള വീട് കാണാനും ഒരു പ്രത്യേക രസമാട്ടോ. ഞങ്ങളെപ്പോഴും വിചാരിക്കാറുണ്ട് ഒരു പയ്യനെ വാങ്ങണം എന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ സാഹചര്യം നമുക്ക് മോശം എന്ന് പറയില്ല, അതുപോലെ നമുക്ക് വീട്ടിൽ പയ്യനെ വാങ്ങിയാൽ ഞങ്ങൾക്ക് എങ്ങോട്ടേനൊക്കെ പോകുമ്പോൾ നമുക്ക് അതിനെ നോക്കാൻ ഒരാളില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പയ്യനെ വാങ്ങാതിരിക്കുകയാണ്. അത് വാങ്ങണം നല്ല ആഗ്രഹമുണ്ട്. ഏട്ടനാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ പയ്യ്. അപ്പം നമ്മുടെ ഏട്ടന് ചായ കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ. ഞാൻ ഏട്ടന് ചായ മധുരം കുറച്ചിട്ടിട്ടുണ്ട്. നല്ല മധുരമൊന്നും ഏട്ടനിടാ തീരെ ഇഷ്ടമല്ല. അപ്പം ഞാൻ ഏട്ടനത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഏട്ടൻ ചായ കുടി കഴിഞ്ഞാൽ ഒന്ന് പുറത്തു പോവും. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങളുടേതായ പണികളൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കും. അപ്പം അങ്ങനെ ഇന്ന് ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ, കൂട്ടാനും കൂടി വെക്കാണ്ട്. വൈകുന്നേരത്തേക്ക് ഇന്ന് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണുള്ളൂ കേട്ടോ. രാവിലെ സമയത്ത് അങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഏട്ടൻ പണിയൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ വെക്കുകയാണെന്ന് വെച്ചാൽ അതൊക്കെ കഴിയും. പക്ഷേ പിന്നീടുള്ള പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് കേട്ടോ. ഏട്ടൻ പോയി കഴിഞ്ഞാൽ ക്ലീനിങ്, സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും വെറുപ്പിടിച്ച പണി. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ക്ലീനിങ്ങിൽ ചെയ്യണതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ഓടിട്ട വീടാകുമ്പോൾ എത്ര ക്ലീൻ ചെയ്താലും അത് കാണുകയില്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഞങ്ങൾക്കുള്ള ചായ എടുത്തു. മുട്ടയും പഴമൊക്കെ ഒന്ന് അവിടെ ആവണുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണീസ് കാത്തിരുന്ന് വെറുപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്കുള്ള പാൽച്ചായയും കൂടി എടുത്തിട്ട് ഞാനൊന്ന് കുടിച്ചോട്ടെ. എനിക്ക് പാകത്തിന് ഏട്ടൻ്റെ മധുരം എനിക്ക് പറ്റില്ല, കേരളേക്കാളും മധുരം വേണം. അപ്പം അങ്ങനെ ഞാനതൊക്കെ എടുത്തിട്ട്
പിന്നെ അങ്ങനെ പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ ചാനൽ ലൈവിൽ വരുന്ന എല്ലാവരും ഭയങ്കര സപ്പോർട്ടാട്ടോ. നമുക്ക് നല്ല സപ്പോർട്ട് തരുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. വീഡിയോസ് കണ്ട കമൻ്റ് ഇടുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമുണ്ട് നമുക്ക്. അവർ നമ്മുടെ വീഡിയോ നന്നായി എന്ന് പറയുമ്പോൾ അത് വേറൊരു സന്തോഷം, അതുപോലെ ലൈവിൽ വരുമ്പോൾ അത് വേറെ സന്തോഷം കൊണ്ട് സന്തോഷം എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബൊന്നും ആയിട്ടില്ലെങ്കിലും നമുക്ക് ഉള്ള ആൾക്കാരും നമുക്ക് ആ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. സപ്പോർട്ട് ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണേ, നമ്മുടെ വീഡിയോ ചാനലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്